Hi friends, അബീസുകളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഈ തവണത്തെ ക്രിസ്മസ് മാർക്കറ്റ് നമ്മൾ പോയതിൽ വെച്ച് ഒരു 6ഓളം ക്രിസ്മസ് മാർക്കറ്റ് പോയി. അതിൽ ഏറ്റവും അടിപൊളി നമ്മുടെ ലിവർപൂളാണ് വെച്ചത്. പക്ഷേ ഈ തവണത്തെ എൻ്റെ ക്രിസ്മസ് മാർക്കറ്റിൽ എൻ്റെ ഫേവറേറ്റ് എന്തൊക്കെ പറഞ്ഞാൽ ലിവർപൂളാണ്. ഇവിടുത്തെ ക്രൗഡാണെങ്കിലും ഷോപ്പുകളാണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ നമുക്ക് വെച്ചാൽ റൈഡ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഈ തവണത്തെ ക്രിസ്മസ് മാർക്കറ്റ് എപ്പോഴാണ് തീർന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കമൻറ്റിലിടാം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ എവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ് കണ്ടില്ലെങ്കിലും തീർച്ചയായിട്ടും ലിവർപൂളിലെ ക്രിസ്മസ് മാർക്കറ്റ് ഉറപ്പായിട്ടും കണ്ടിരിക്കണം കേട്ടോ. ഇത് അടിപൊളി, ഒരു രക്ഷയില്ല. അതൊക്കെയാണെങ്കിലും പാർലമെൻറ്റ് ഫുള്ള് ക്രൗഡാണ്. ഷോപ്പുകളാണെങ്കിലും നമുക്ക് നിന്ന് തിരിയാനുള്ള സ്ഥലം ഇവിടെ കിട്ടൂല. ആ മാതിരിയാണ് ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ്. ആ കാണാറുണ്ടല്ലേ? ഓക്കെ. ലിവർപൂളാണോ? അല്ല, ഞങ്ങൾ വിഗൻ എവിടെയാണ്? അപ്പോൾ ക്രിസ്മസ് മാർക്കറ്റ് കാണാനായിട്ട് വന്നാണോ? വീഡിയോ എടുക്കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോയിലോട്ട് നോക്കിയോ. അപ്പം നമ്മുടെ വീഡിയോയിൽ ആളെ ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ എന്നാ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്ന ഒരു ബ്രോനെയാണ്. ബ്രോ വിഗനിൽ നിന്ന് മാഞ്ചസ്റ്ററിൽ നിന്ന് ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ വേണ്ടി വന്നേക്കുവാണ്. കാര്യം അത്രയും ഫേമസ് ആണ് ലിവർപൂളിലെ ക്രിസ്മസ് മാർക്കറ്റ്. ഓക്കെ. ഗെയിംസ് ആണെങ്കിലും നമുക്ക് ഇതിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിംസും കാര്യങ്ങളും കേട്ടോ. എല്ലാം അടിപൊളി. ഓക്കെ. ഇത് ഏതാ മച്ചാനൊന്നും അറിയില്ല. ആ മച്ചാനൊന്ന് കാണിച്ചേക്കുക. അത് ആരാന്നറിയില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ ഒരു ലോഡ് കൊത്തുപണിയും പിന്നെ ഫുട്ബോളിൻ്റെ ഒരു കേന്ദ്രമാണ്. നിങ്ങൾക്കറിയാമല്ലോ ലിവർപൂള് മാഞ്ചസ്റ്ററിലേക്ക്. അങ്ങോട്ടൊന്ന് കാണിച്ചോ. അപ്പം UK ഉള്ള സമയത്ത് നിങ്ങൾ ഒരു തവണ ലണ്ടൻ ക്രിസ്മസ് മാർക്കറ്റ് കാണണമെന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ യോർക്ക്, സ്കോട്ട്ലാൻഡ്. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ലണ്ടൻ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സജഷനിലുള്ളത് ലിവർപൂളാണ്. അതിൽ ഒരു മാറ്റവും ഇല്ല. ഓക്കെ. നല്ല രസമായിട്ടോ. കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും ആയിട്ട് വരുവാണെങ്കിൽ ഇവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ അടിപൊളിയാണ്. വേറെ വൈബാണ്. ഫുഡിന് ഫുഡ്, ഗെയിംസിന് ഗെയിംസ്, അങ്ങനെ എല്ലാം ഉണ്ട്. ഇത് വേറെ സംഭവം. ഈ തവണ നീ എൻ്റെ ഒപ്പം എനിക്ക് തോന്നണോ ഒരു 4-5 ക്രിസ്മസ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഹായ്. ഓക്കെ. 4-5 ക്രിസ്മസ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിസ്മസ് മാർക്കറ്റ് ഏതാണ്? അത് സത്യം പറഞ്ഞാൽ ഇത് തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഓർത്തുകൊണ്ടിരുന്നു യോർക്കിൽ ഭയങ്കര രസമായിരുന്നു. അതായിരുന്നു ഫസ്റ്റ് നമ്മൾ പോയത്. അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം കണ്ടപ്പോൾ അത് പോരാ, യോർക്കിൻ്റെ അത്രയും പോരാന്നൊക്കെ ഓർത്തുകൊണ്ടിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഉള്ള രസം എന്നാന്ന് വെച്ചാൽ എല്ലാ ക്രിസ്മസ് മാർക്കറ്റും ഏകദേശം ഒരുപോലെയാണ്. പക്ഷെ ഇത് ഒരു സ്ട്രീറ്റ് കംപ്ലീറ്റ് ക്രിസ്മസ് മാർക്കറ്റ് എന്നുള്ള രീതിയിലാക്കിയേക്കാം. അപ്പം നല്ല രസമാണ്. ഒരറ്റത്തു നിന്ന് തുടങ്ങിയാൽ മറ്റേ അറ്റം വരെ ഇങ്ങനെ കറങ്ങി എല്ലാ കടകളും കണ്ട് എക്സ്പ്ലോർ ചെയ്ത് നടക്കാൻ പറ്റുന്നതുകൊണ്ട് ലിവർപൂൾ തന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്താണ് ഇവിടെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ വാട്ട്സ് മേക്സ് ലിവർപൂൾ മോസ്റ്റ് ബ്യൂട്ടിഫുൾ? ലിവർപൂളിനെ എന്താ ബ്യൂട്ടിഫുൾ ആക്കുന്നത് എനിക്കറിയില്ല. ബട്ട് നമ്മൾ ലാസ്റ്റ്, അതായത് ക്രിസ്മസിനെയും 2 ദിവസം കൂടെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് ഭയങ്കര രസമാണ്. ഭയങ്കര ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കാതെ ഒരു ഫെസ്റ്റിവൽ മൂഡിൽ എല്ലാവരും നടക്കുന്നതുകൊണ്ട് നമുക്കാണെങ്കിലും ഒരു രസമാണ് എല്ലാം കാണുമ്പോൾ ഒക്കെ. അത്രയൊക്കെ ഉള്ളൂ. കണ്ടില്ലേ തന്നെ അടുത്ത തവണ നിങ്ങളുടെ ലിസ്റ്റിൽ ബക്കറ്റ് ലിസ്റ്റിൽ ഫസ്റ്റ് വൺ നെക്സ്റ്റ് ഇയർ ക്രിസ്മസ് മാർക്കറ്റ് ലിവർപൂൾ ആയിരിക്കണം. ഓക്കെ. അപ്പോൾ കണ്ടോളൂ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇതിലൊരു ഗെയിം ഒന്ന് കളിച്ചു നോക്കാമെന്നായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വൈഫ് പറഞ്ഞത് ഇത് കളിക്കാനാണ്. കാര്യം അവൾ പറഞ്ഞത് നിങ്ങൾ ഫുട്ബോൾ കളിക്കില്ല, അപ്പോൾ ഇത് ഇഷ്ടമല്ലേ, ഇത് ഫുട്ബോൾ ഉരുണ്ടായിരിക്കണം, ബാസ്കറ്റ് ബോൾ ഉരുണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ഗെയിം സെയിം ആവോ? അത് ഇച്ചിരി ടഫാണ്. അപ്പോൾ വലിയ മേലധ്വാനം ഇല്ലാത്ത ഒരു പരിപാടി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. കമോൺ. ഇതാവുമ്പോൾ വലിയ പാടില്ല. 3-4 ഉണ്ട ബോള് ഉരുട്ടി വിട്ടാൽ മതി. ഓക്കെ. അപ്പം നമുക്ക് എന്താണെങ്കിലും ചുമ്മാ ഒന്ന് ഉരുട്ടി വിടാം. ഇത് 6 പൗണ്ടാണ്. അപ്പം നമുക്ക് ഇടേണ്ടത് 11. 11 ഇട്ട് കഴിഞ്ഞാൽ ഏത് സൈസ് വേണമെങ്കിലും നമുക്ക് കിട്ടും കേട്ടോ. 11 പറഞ്ഞെങ്കിൽ 4-3 കിട്ടേക്കാം അല്ലേ രാവിലെ? ഓ ഓ ഓ ഓ ഓ ഇടിച്ച് 2. യെസ്. ഗൈസ്, 6 പൗണ്ടിന് നമുക്ക് കിട്ടിയ സാധനം. അങ്ങനെ എൻ്റെ ഫ്രണ്ട് ആയോധ കലകളിൽ കേമൻ, നമ്മുടെ രാഹുലിൻ്റെ അമ്പയത്താണ് ഇനി നമ്മൾ കാണാൻ പോണ. 5 അമ്പ്
ഈ 5 അമ്പ് കൊണ്ട് ഇവനെ ഒരു 11 പോയിന്റ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവനെ തിരിച്ച് വണ്ടി കയറ്റണമെന്ന് വരെ ഞാൻ ആലോചിക്കുക. പക്ഷെ ഉള്ളത് പറയാലോ, ഈ ക്രിസ്മസ് മാർക്കറ്റിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാശ് പൊട്ടിച്ചത് മീൻസ് ഇവിടെ അത്രയും കാശ് പൊട്ടിക്കാനുണ്ട്. ദേ ആ പെണ്ണിന്റെ മേത്തെറിഞ്ഞിടരുത് കേട്ടോ, അമ്പയത്താണ്. ഡേ ഓ രാഹുൽ ഇതാ 2 ഓ 0 കറക്റ്റായിട്ട് എറിഞ്ഞു കൊള്ളിച്ചേക്കുവാണ്. ആദ്യം ഒന്ന് കളിച്ചു, അപ്പോൾ അതിലും രാഹുലിന് എത്താൻ പറ്റിയില്ല. അപ്പോൾ രണ്ടാമത് രാഹുൽ വീണ്ടും ട്രൈ അടിക്കാൻ പോവാണ്. ഓ 2 9 ലാർജ്. യെസ്, കമോൺ ലാർജ്. രാഹുലിന് കറക്റ്റ് 9 കിട്ടി. പക്ഷെ സ്കോർ ഓവർ 9. എടി ഇത് നല്ല രസമുണ്ട്. ഗായ്സ്, എന്ത് കളിയിലും ഞാൻ തോക്കും, പക്ഷെ ഉന്നംപിടിയിൽ എന്നെ തോപ്പിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ് ഈ ഗെയിമാണ്. നമ്മുടെ ഫോളോവേഴ്സ് കണ്ട് ഞെട്ടണം. അങ്ങോട്ട് ചാഞ്ഞ് കിടക്കരുതെന്നാണ് ഇവർ പറഞ്ഞത്. എന്തൊരു പണ്ടാരം ടെൻഷൻ ആവുമല്ലോ. കൊണ്ടില്ല. പണ്ടാരം. കമോൺ cheer up. ഓയ്യോ, പക്ഷെ എന്നാണെങ്കിൽ എന്നെ ജയിച്ചവൻ. ലിവർപൂളിൽ പിന്നെ അത്യാവശ്യം ഗെയിംസ് ഉണ്ട് കേട്ടോ, റൈഡ് ഗെയിം ആവശ്യത്തിന്. ഇപ്പം നമുക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും പിള്ളേർക്കാണെങ്കിലും ഒരുപോലെ എൻജോയ് ചെയ്യാനുള്ള ഒത്തിരി റൈഡുകളുണ്ട്. അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഒരു ടോപ്പായത്. നമ്മൾ പറഞ്ഞത് ഇത് ടോപ്പാണെന്നുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ. അത് കാര്യം വേറെ എവിടെ ഇങ്ങനെ റൈഡുകൾ നമ്മൾ കണ്ടില്ല. റൈഡുകൾ ഉണ്ടെങ്കിൽ 1-2 പിള്ളേർക്കുള്ള റൈഡുകളാണ് നമ്മൾ കണ്ടോളൂ. മഴ പെയ്യുവാണ്, അതുകൊണ്ട് നമ്മൾ പയ്യെ മടങ്ങുകയാണ് വണ്ടിയിലോട്ട്.